ഈസ് ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് ലീഡർ ഓഫ് എനി നേഷൻ ഹു വാസ് വൺ. എത്ര രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി മോഡിജിക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? Who said that? 13, 1-3. No. 26. In the history, any country, any country leader, nobody has won so many medals or awards, high recognitions from any. ഈ ബഹ്റിൻ്റെ പരമോന്നത ബഹുമതി കിട്ടിയിരുന്നു 2019. അതേതാണെന്നറിയോ? ഓർഡർ ഓഫ് ദ റിനൈസൻസ് ഇൻ 2019 ബഹ്റിൻ്റെയും കിട്ടിയിരുന്നു. കുവൈറ്റിൻ്റെ, സൗദിയുടെ കിട്ടി, ബഹ്റിൻ്റെ കിട്ടി, ഖത്തറിൻ്റെ കിട്ടി, UAE കിട്ടി, പാലസ്തീൻ്റെ കിട്ടി. സോ ഇറ്റ്സ് നോട്ട് ഓൺലി ഫ്രം US or France, ബട്ട് ഇറ്റ് ഈസ് ഫ്രം മിഡിൽ ഈസ്റ്റ് ആൻഡ് ഗൾഫ് കൺട്രീസ് ആൾസോ. നമ്മൾ മോഡിജിയെക്കുറിച്ച് വർണ്ണിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം, നമ്മളെക്കാളൊക്കെ നന്നായിട്ട് ഇതിനെക്കുറിച്ച് വിവരിക്കാൻ കഴിവുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ. പക്ഷേ ഞാൻ ഒന്ന് രണ്ട് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഇവിടുത്തെ ഒരു ഹെഡിങ് ഞാൻ കണ്ടു, ജേർണി ഓഫ് എ ജേർണി ഓഫ് വിഷൻ. അത് ഭയങ്കര സ്ട്രൈക്കിംഗ് വേർഡാണ്, ജേർണി ഓഫ്. മോഡിജിയുടെ പഴയ കാലങ്ങൾ നിങ്ങൾ എത്ര പേര് ഫോട്ടോസൊക്കെ കണ്ടിട്ട് കാണും. ഈ വേദിയിൽ ഇങ്ങനെ കുറേ പേര് പ്രസംഗിക്കുന്നു, ഏതെങ്കിലും മൂലയിൽ സാഹൂതം വീക്ഷിച്ച് ഒരു നിക്കർ വിട്ടിരിക്കുന്ന ഒരാൾ. എല്ലാ പത്രക്കാരും പുള്ളിയെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഈസ് എ കീൻ ഒബ്സർവർ. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്യുക. സോ നമുക്കറിയാം, ഇന്നിപ്പോൾ രാജകുടുംബ വാഴ്ചകളാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാനായിട്ട് ഇന്ത്യ മുന്നണി എന്നുള്ള പേരിൽ നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് വ്യക്തിപരമായിട്ട് മോഡിജിയുള്ള ഏറ്റവും വലിയ ആരാധന, ഓക്കെ, മൈ ഐഡിയോളജി സ്റ്റാൻഡ്സ് ഫേം. I represent a minority from Kerala, okay, like Prince Jose here or Mr. Francis here. My name is Binoy Sebastian. But ഞാനും 2013 ഈ BJP-യിലോട്ട് ആകർഷണമായത്. എൻ്റെ ഒരു പോസ്റ്റ് ഭയങ്കര വൈറലായിപ്പോയി. വൈ മോഡി വൈ 272 എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. 282 സീറ്റാണ് കിട്ടിയത്. അപ്പം നമ്മളും ശ്രദ്ധിക്കപ്പെട്ടു. എന്നെ സംബന്ധിച്ച് എ സെൽഫ് മെയ്ഡ് മാൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ എ മെയ്ഡപ്പ് മാൻ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? If you put a crown into a clown's head, he cannot become a king. ഞാൻ ആരെ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വന്തമായിട്ട് വളർന്നു വന്ന് ഇത്രയും ഈ ലെവലിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി വളർന്നു വന്ന ഒരു വ്യക്തിയെ നമ്മൾ മനസ്സുകൊണ്ട് അറിയാതെ ആരാധിച്ചു പോകും. അതാണ് മോഡിയെ സംബന്ധിച്ചുള്ളത്. എ മാൻ ഹൂ റിലൻലെസ്ലി വർക്ക് 14 to 16 hours a day. സത്യം പറഞ്ഞാൽ 24/7 അല്ല, 25/7 ആണ്, 365 days ആണ്. ഇൻ ലാസ്റ്റ് 11 years ഹി ഈസ് നോട്ട് ടേക്കൺ എ സിംഗിൾ ഡേ ഓഫ്. അല്ലാതെ ഒരു ഓട്ട്ചോരി യാത്ര കഴിഞ്ഞ് നേരെ പട്ടായാലും മലേഷ്യയും പോയി സുഖവാസത്തിന് പോവല്ല. കൺസിസ്റ്റൻസി, പെർസിസ്റ്റൻസ്, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ, ഏതൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒരാൾ നമുക്ക് നോക്കാവോ. സംടൈംസ് നോട്ട് മേക്കിംഗ് എ മൂവ് ഇസ് ദ ബെസ്റ്റ് മൂവ് ടു മേക്ക്. ഇപ്പം ട്രംപ് കിടന്ന് ഈ ബഹളം മുഴുവൻ വെച്ചു, മോഡി മിണ്ടിയേയില്ല, അനങ്ങേയില്ല, ദർ ഇസ് നോ റെസ്പോൺസ്, നോ റിപ്ലേസ്. ബട്ട് ത്രൂ ഹിസ് ഡീഡ്സ് ഹി ഈസ് ഗിവിങ് ഫിറ്റിംഗ് റിപ്ലേസ്. അതാണ് നമ്മളൊരു മനുഷ്യനെ കാണേണ്ടത്. ചിലപ്പം കിടന്ന് ബഹളങ്ങൾ വെക്കുന്ന ഈ മീഡിയക്കാരൊക്കെ എന്തേരം ചെളി വാരി അറിയുന്നുണ്ട്. ബട്ട് ഹി ഈസ് നോട്ട് റെസ്പോണ്ടിങ് ഈവൻ. ഇപ്പം ഇവിടെ നിൽക്കുന്ന കാണാം, അടുത്ത് അവിടെ കാണാം. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ഇന്ന് നടന്നേക്കുന്നത് 75,850 crores വികസന പ്രവർത്തനങ്ങളാണ് ഈ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് വേണ്ടി ചെയ്തേക്കുന്നത്. ഇന്നിപ്പം എത്തനോൾ 9,000 crores എത്തനോൾ പ്രൊഡക്ഷൻ സെൻ്ററാണ് ഉദ്ഘാടനം ചെയ്തേക്കുന്നത് ആസാമിൽ. മിസോറാമിൽ ഇന്നലെ വന്നേക്കുന്ന ട്രെയിൻ കണ്ടു. അവിടേക്ക് ആദ്യമായിട്ടാണ് രാജ്യം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് മിസോറാമിൽ ട്രെയിൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി. അതായത് ഓൾ ഇന്ത്യ റേഡിയോയിൽ പണ്ട് നെഹ്റു ഐ എം സോറി ആസാമിനെ പുള്ളി ഉപേക്ഷിച്ചിരുന്നു, ചൈനയ്ക്ക് വേണ്ടി കൊടുത്തേക്കുന്നത്. ഇപ്പം എന്നിട്ട് ഇവരൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്ന വാക്കുകളുണ്ടല്ലോ. ഞാൻ ഒരു സിമ്പിൾ ഒരു കാര്യം പറയട്ടെ. കോൺഗ്രസ് അല്ല ഇന്ത്യ മുന്നണി നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, മുലായം സിംഗ് യാദവ്, അഖിലേഷ് യാദവ്, ലാലു പ്രസാദ് യാദവ്, തേജസ്വി, YSR, ജഗൻ റെഡ്ഡി, കരുണാനിധി, സ്റ്റാലിന് എന്ന് മുതൽ. കരുണാനിധിക്ക് 3 ഭാര്യമാരിൽ 6 മക്കളാണ്. അഴഗിരി, മുരശൊലിമാരൻ, കനിമൊഴി, സ്റ്റാലിൻ. ഒരാൾ രാജ്യസഭ MP, ഒരാൾ ലോക്സഭ MP, ഒരാൾ മിനിസ്റ്റർ, ഒരാൾ ചീഫ് മിനിസ്റ്റർ, മറ്റൊരാൾ മേയർ എന്ന് വേണ്ട. കേരളത്തിലെ ജോസ് കെ മാണി വരെ ഇന്ത്യ മുന്നണിയുടെ അംഗമാണ്, കെ മാണിയുടെ മകൻ.
ഈ ഡയനാസ്റ്റിക്ക് വേണ്ടി കുറേ കുടുംബക്കാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പുറകെ നടക്കുന്ന കുറേ ആൾക്കാരെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതേസമയത്ത് രാജ്യമാണ് മുഖ്യമെന്ന് കരുതി ജീവിതം അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചേക്കുന്ന ആളും എങ്ങനെ നമുക്ക് ഇവരെ താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല. സോ ദിസ് ഈസ് വെയർ മോഡി ഈസ് സോ ഡിഫറെൻറ്റ് ആൻഡ് BJP ഈസ് സോ ഡിഫറെൻറ്റ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇപ്പം 2014 മുമ്പുള്ളൊരവസ്ഥ, നമുക്ക് വി വർ ഹാവിങ് 77 എയർപോർട്ട്സ് ഇൻ 65 years. ടുഡേ വി ആർ ഹാവിങ് 148 എയർപോർട്ട്സ് ഇൻ ഇന്ത്യ. ഡബിൾ ആയേക്കുക, 11 വർഷം കൊണ്ട് ഡബിൾ ആയേക്കുക. 11 കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ റോഡ് പെർ ഡേ ഹൈവേ. ടുഡേ ഇറ്റ് ഈസ് 34 kilometers per day. 34 kilometers highway per day. You have seen the railway, 400 Vande Bharat Express in India, 400. മോഡിജിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈസ് എ റിയൽ ക്യാപ്റ്റൻ. ഇപ്പം ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഏറ്റവും നല്ലത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഗാംഗുലി ആയിരുന്നു. ധോണി ഈസ് ഓൾസോ നോട്ട് ബാഡ്. ഓക്കെ, ഗാംഗുലിയുടെ പ്രത്യേകത എന്താ അറിയോ? ഹീ നോ ഹൂം ടു പ്ലേ വെയർ, ഹോഴ്സസ് ഫോർ കോസസ്, ഹൂ വിൽ ഫിറ്റ് ഇൻ വെയർ. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സേവാഗ് എന്നുള്ളൊരു പ്ലെയർ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ കേട്ടോ. പുള്ളി ഒരു 46th ഓവറിൽ വന്നിട്ട് ഇപ്പോഴൊരു 10 ബോളിൽ നിന്ന് ഒരു 32-28 നോട്ട് ഔട്ട് പോവുക. ബിക്കോസ് ദാറ്റ് ടൈം he didn't have a place in the top order because Ganguly and Sachin was opening. ഗാംഗുലി സ്വയം താവട്ടിറങ്ങിയിട്ട് സച്ചിനോട് സേവാഗിനെ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. പിന്നെ കണ്ടത് ചരിത്രമാണ്. നിങ്ങൾ ഓർത്ത് നോക്കുക, എസ് ജയശങ്കർ എന്ന് പറഞ്ഞൊരു ടോട്ടൽ ഡിപ്ലോമാറ്റ് ബ്യൂറോക്രാറ്റിനെ പിടിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാക്കുക. ലുക്ക് അറ്റ് ഹൗ ഈസ് പെർഫോമിങ് എസ് ജയശങ്കർ എന്ന് പറഞ്ഞാൽ. അശ്വിനി വൈഷ്ണവ് ഈസ് എ ടെക്നോക്രാറ്റ്. IIT IIM പുള്ളി 91% ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ഹാപ്പൻ നൗ. വന്ദേ ഭാരത് ഇപ്പം നമോ എക്സ്പ്രസ് വരുന്നു 180 കിലോമീറ്റേഴ്സിൻ്റെ. അത് കഴിഞ്ഞ് ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോവാണ്. ഇന്ത്യ വിൽ സൂൺ ഹിറ്റ് ബുള്ളറ്റ് ട്രെയിൻ 350 km/h. നിങ്ങൾ നോക്കിയോ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാം, അമിത് ഷാ, ജയശങ്കർ, പീയൂഷ് ഗോയൽ. ഇഫ് യു ലുക്ക് അറ്റ് ഈച്ച് പോർട്ട്ഫോളിയോ ഈസ് ഗിവൺ ടു സംബഡി ഹൂ ഇസ് എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഫീൽഡ്. അതാണ് ഒരു ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ. ഹൂം ടു പ്ലേ വെയർ. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, കേരളത്തിലെ ഒരു 5 മന്ത്രിമാരുടെ പേര് നിങ്ങൾക്ക് ആൾക്കാർ പെട്ടെന്ന് പറയാൻ പറ്റുമോ? 5 മന്ത്രിമാരുടെ പേര്. എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോഴാണ് ചിഞ്ചൂറാണ് ഇങ്ങനൊരു മന്ത്രി ഉണ്ടോ? സത്യം, ഇവർ പല ബിന്ദു, ചിഞ്ചു, ഇങ്ങനെ പല മന്ത്രിമാരുടെ പേര് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുക വീണ ഇങ്ങനെ നമുക്കറിയാവുന്നത് ഒരു 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 അമ്മായിപ്പനും മരുമോൻ്റെയും പേര് മാത്രമാണ്. ഓക്കെ, ഐ എം സോറി ടു സേ ദാറ്റ്. ഐ ഡോണ്ട് മീൻ പൊളിറ്റിക്സ് ഹിയർ, ബട്ട് ഇറ്റ് ഈസ് സംടൈംസ് യു കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. ബട്ട് ഈ ലുക്ക് അറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി നമ്മൾ നോക്കിയറിയണം. നമ്മുടെ തൊട്ട് മുമ്പുള്ള ഗവൺമെൻറ്റിന് ഇപ്പം പ്രിൻസ് മേജറാണ്, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വാങ്ങാനുള്ള കാശില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും മിമിക്രിക്കാർ പറയില്ല ആൻ്റണീനെ. നൗ ടുഡേസ് ഇന്ത്യാസ് എക്സ്പോർട്ട്, മിലിറ്ററി എക്സ്പോർട്ട് ഈസ് ക്ലോസിംഗ് ടു 50,000 crores. Look at where ISRO is gone. Chandrayaan mission, Kisan Samman Paddhati. If we are talking about microchip and semiconductors manufacturing, Taiwan ആണ് അതിൻ്റെ ടോപ്പ്. India is going to beat them now. എല്ലാ സെക്ടറും നോക്കിയോ, നമ്മൾ ഈ ബേട്ടി പഠാവോ ബേട്ടി ബജാവോ നോക്കണം. ഐ ഡോണ്ട് നോ ഇഫ് യു നോട്ടീസ് ദാറ്റ്. ഓരോ പെൺകുട്ടി ജനിക്കുമ്പോഴും 5 വൃക്ഷങ്ങൾ നടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. Plant 5 trees because we have to rejoice and celebrate the birth of every girl child in this country. അതാണ് കരുതൽ എന്ന് പറയുന്നത്. അതാണ് റിയൽ വുമൺ എംപവർമെൻറ്റ്. നിങ്ങൾക്കറിയാമോ, ഞാനൊരു ചെറിയ കാര്യം പറയാം. ലോകത്തിൽ 1 ലക്ഷം പേരോളമാണ് ഒരു സ്നേക്ക് ബൈറ്റിൽ മരിക്കുന്നത്. അതിൽ 40% മരിക്കുന്നത് ഇന്ത്യയിലായിരുന്നു. അത് കൂടുതലും സ്ത്രീകളായിരുന്നു. കാരണം വെച്ചാൽ അവർക്ക് ടോയ്ലറ്ററീസ് ഇല്ലായിരുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ കാട്ടുപൊന്തലെല്ലാം പോയിരുന്നിട്ട് അവർ പാമ്പ് കടിയേറ്റിട്ട് എത്ര പേര് മരിക്കുന്നുണ്ടായിരുന്നു അറിയോ? നമ്മൾ കക്കൂസ് പണിതെന്ന് പറഞ്ഞ് കളിയാക്കിയ കാലഘട്ടമുണ്ട്. 12 കോടി കക്കൂസ് പണിത്. ബട്ട് ദാറ്റ് ഗീവ്സ് ഡിഗ്നിറ്റി ടു ദ വുമൺ. ലേഡീസിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് ബ്രോങ്കൈറ്റിസ്. അടുപ്പിലൂതി ജീവിതം കരിയും പുകയായി തീർന്ന എത്രയോ ജന്മങ്ങൾ. 14 കോടി ഗ്യാസ് കണക്ഷനാണ് അവർ കൊടുത്തത്. 14 കോടി സാനിറ്ററി പാഡ്സ് കൊടുത്തേക്കുന്നത്. ആവാസ് യോജന 4 കോടി വീടുകളാണ് പുതിയതായിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. 18,000 വില്ലേജസ് ആണ് ഇലക്ട്രിഫൈ ചെയ്തേക്കുന്നത്. ഇമാജിൻ 91% ഓഫ് റെയിൽവേസ് ഈസ് ഇലക്ട്രിഫൈഡ്. സോ വാട്ട് ഈസ് ലെഫ്റ്റ് നൗ? റോഡ് ഞാൻ പറഞ്ഞു. ഈവൻ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ലാസ്റ്റ് ഏഷ്യാഡിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ, 111 മെഡൽ നേടി. നമ്മൾ പെട്ടെന്ന് ഒളിമ്പിക്സിൽ പോയി മെഡലുകൾ വാരിക്കൂട്ടുന്നല്ല പറഞ്ഞത്. ഇറ്റ് ടേക്സ് ടൈം. ബട്ട് അണ്ടർ ദ കോൺഗ്രസ് റൂൾ ഫോർ ഡിക്കേഡ്സ്, സോണിയാഗാന്ധി അന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ, മോഡിജിയുടെ ഏറ്റവും വലിയ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജൻധൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ ഇറ്റ്.
that Sonia's famous saying, if 1 rupee is given, 85 is drained out and only 15 reaches the real deserved. ഈ ജൻധൻ അക്കൗണ്ട് തുടങ്ങിയോണ്ട് തന്നെ 1 click കിസാൻ സമ്മാൻ പദ്ധതി 2000 rupees 1 click ഇറ്റ്സ് സ്ട്രേറ്റ് അവേ ഇൻ യുവർ അക്കൗണ്ട്സ്. ഇപ്പോൾ ലാക്ടേഷൻ പ്രഗ്നൻറ്റ് വുമന് വേണ്ടി ഇന്ന് കേരളത്തിൽ 62 crores ഫോർ ദ പ്രഗ്നൻറ്റ് ലേഡീസ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമന് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇറ്റ് ഡയറക്ട്ലി റീച്ചസ് യുവർ അക്കൗണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ ചിദംബരത്തിൻ്റെ ഒരു ഫേമസ് സേയിങ് ഉണ്ടായിരുന്നു, യു എക്സ്പെക്ട് എ വെണ്ടർ, റോഡ് സൈഡ് വെണ്ടർ ടു ഹാവ് എ ബാർകോഡിംഗ് സിസ്റ്റം ആൻഡ് somebody is able to pay Google Pay. ഓർക്കുന്നുണ്ടോ? But today that is happening. 24 lakhs crores of transactions. Half of 49% of the world's digital transaction is happening in India. 49% of the world's total digital transaction is happening in India. So that is revolution. So if you look at എത്ര പൈപ്പ് നമ്മുടെ പൈപ്പ് കണക്ഷൻസ്, അപ്പോൾ ഓരോ സെക്ടർ നോക്കിയോ, കിസാൻ, പൈപ്പ്, വെള്ളം, ഗ്യാസ്, വീട്. പക്ഷേ ഫ്രീ ബീസ് മാത്രമല്ല, രാജ്യത്തിന് ഈ നമ്മൾ രാജ്യം തകർന്നു പോകാനൊരു കാരണം ഫ്രീ ബീസ് മാത്രം കൊടുത്തപ്പം ആ ആപ്പിൻ്റെ മോഡൽ അങ്ങനെയും പറ്റത്തില്ലല്ലോ. GST നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, വാളയാർ ചെക്ക് പോസ്റ്റിലൊക്കെ എത്ര നാൾ പെരിഷബിൾ പ്രൊഡക്ട്സ് ഒക്കെ ചീഞ്ഞു പോകുമായിരുന്നു. അത് കൈക്കൂലി കൊടുത്താൽ മാത്രം 3 ദിവസം കൊണ്ട് മാത്രം റോഡ് ക്ലിയറൻസ് നടന്നുകൊണ്ടിരുന്ന ഓരോ സ്റ്റേറ്റിനും ഓരോ ടാക്സേഷൻ ആയിരുന്നു. 1 nation 1 tax, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST. 1.5 ലക്ഷം കോടി രൂപയാണ് GSTയുടെ വരുമാനം ഇന്ന്. 1.5 ലക്ഷം കോടി. And that money is not going, corruption എവിടെയെങ്കിലും കേൾക്കാനുണ്ടോ? It is going back to the country itself in terms of infrastructure developments. See, മോഡിജിയുടെ പ്ലാൻ, അല്ലെങ്കിൽ ഇന്നിപ്പം RSS also is having its centenary, it's 100 years of formation. RSSും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരേ വർഷമാണ് രൂപീകൃതമായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 51 MPമാരുണ്ടായിരുന്നു, അവിടെ 3 MPമാരായി. അവരെവിടെ ചെന്നിരിക്കുന്നു, RSS അവിടെ ചെന്നിരിക്കുന്നു. ബിക്കോസ് ദിസ് ഈസ് സെൽഫ്ലെസ് ആക്ട്, ഡെഡിക്കേറ്റഡ് ആക്ട് ടുവേർഡ്സ് നേഷൻ ബിൽഡിംഗ്. പരം വൈഭവ്.